നമ്മളൊക്കെ വാങ്ങുന്ന ആംപ്ലിഫയർ, അതായത് ഇങ്ങനത്തെ ബ്രാൻഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ അസംബിൾ ചെയ്യുന്ന ആംപ്ലിഫയർ ആയാലും അതിന്റെ മുകളിൽ ഒരു ഫ്യൂസ് ഉണ്ടാവും. അപ്പൊ അത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ ഒരു ഗതിയിൽ ഒരാൾ ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാൽ ആ ഫ്യൂസ് പോയത് ഇതുപോലെ ഒരു കമ്പി വെച്ച് വെറുതെ അവിടെ കെട്ടിയിട്ട് ഇതിനകത്തേക്ക് ഇടും. അപ്പോൾ അതാണോ ഇതിൽ വേണ്ടത്? അതാണോ അതിന്റെ ശരി? അത് ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. അതായത് ആ സമയത്ത് നമുക്ക് ഫ്യൂസ് കിട്ടാത്തതുകൊണ്ട് ചെയ്യാന്ന് പറയാം. പക്ഷെ ആ ഫ്യൂസ് പോകാൻ ഒരു കാരണം ഉണ്ടാവില്ലേ? അപ്പൊ ആ കാരണം അറിയാതെയാണല്ലോ നമ്മൾ ആ കമ്പിയിട്ട് കെട്ടി അതിനകത്തോട്ട് പവർ കൊടുക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ആ ഫ്യൂസ് എന്തിനു വേണ്ടിയാണോ പോയത്, എന്ത് കാരണം കൊണ്ടാണോ പോയത്, ആ കാരണം മൊത്തത്തിലാണ് പോകും. അതായത് അതിന്റെ ബാക്കിയുള്ള ശേഷിക്കുന്നതും കൂടിയാണ് പോകും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആ ഫ്യൂസ് അങ്ങനെ കിട്ടാൻ പാടില്ലാത്തത്? എന്തുകൊണ്ടായിരിക്കും ആ ഫ്യൂസ് പോകുന്നത്, അതായത് ബ്ലോ ആയി പോകുന്നത്? ഫ്യൂസ് പോകണമെന്ന് പറയുന്നത് ഫ്യൂസ് അടിച്ചു പോകുന്നത്, ഫ്യൂസ് ഓപ്പൺ ആയി പോകുന്നത്, ഫ്യൂസ് ബ്ലോ ആയി പോകുന്നത്. അതെന്തുകൊണ്ടാന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പൊ ഇതിപ്പോ ഒരു കംപ്ലൈന്റ് ആയ ഫ്യൂസ് അല്ല, ഇത് നല്ല ഫ്യൂസാണ്. ഇത് വർക്കിംഗ് ഉള്ള ഒരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു എക്സാമ്പിൾ എന്ന നിലക്കാണ് ഈ ഫ്യൂസിനെ വെച്ച് പറയുന്നത്. അപ്പോൾ ഈ ഫ്യൂസ് നമുക്കിതിപ്പോ 15 ആംപിയർ ഫ്യൂസ് ആണ്. അതിനുള്ളിൽ ഒരു ഷോർട്ട് ഉണ്ടായിരിക്കാം, അല്ല അതിനുള്ളിൽ ഒരു ഓവർ പവർ ഡ്രെയിൻ ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടായിരിക്കാം. ഓവർ പവർ ഡ്രെയിൻ ചെയ്യുക, അപ്പോഴാണ് ആ ലിമിറ്റേഷൻ കഴിഞ്ഞ് മേലെ പോകുമ്പോൾ ഈ ഫ്യൂസ് ബ്ലോ ആയി പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡിവൈസ് നമ്മൾ ഈ പവർ ഇൻപുട്ട് സെക്ഷനിൽ കൊടുക്കുന്നത്. നമ്മുടെ ഈ പവർ ഇൻപുട്ട് കേബിളിൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പവർ ഇൻപുട്ട് വരുന്ന ഏത് ഭാഗമാണോ ആ ഏത് സെക്ഷനാണോ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഷോർട്ട് ചെയ്ത് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ആ ഏരിയയിലുള്ള ഔട്ട്പുട്ടിലുള്ള ആ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ അതിനോടനുബന്ധിച്ച മറ്റെല്ലാ സാധനങ്ങളും ഒന്നായിട്ട് കരിഞ്ഞ് പൊട്ടിത്തെറിച്ചു പോകും. അപ്പൊ അത് പോവാതിരിക്കാൻ, ആ ലിമിറ്റേഷൻ കഴിഞ്ഞ് പോവാതിരിക്കാനാണ് നമുക്ക് ഈ ഫ്യൂസ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ കമ്പ്യൂട്ടർ കിട്ടില്ല വേണ്ടത്. പിന്നെ ഈ ഫ്യൂസ് വാങ്ങാൻ പോകുമ്പോൾ ഉണ്ടായ ഒരു കോമഡി ഉണ്ട്, അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അപ്പോൾ ഈ ഫ്യൂസ് വാങ്ങുമ്പോൾ നമ്മൾ നോക്കേണ്ട ഈ റേറ്റിംഗ് ആണ്. ഈ 15 ആംപിയർ ഫ്യൂസ് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ 15 ആംപിയറിന് വാങ്ങണം. നമ്മളത് എപ്പോഴും ഒരു ഫ്യൂസ് പോകുന്നുണ്ടെങ്കിൽ ആ 15 ആംപിയർ ഫ്യൂസ് ആണ് ഉള്ളത്. ആ 15 ആംപിയർ എപ്പോഴും പോകുന്നുണ്ടെങ്കിൽ അത് 15 ആംപിയർ പോരാത്തത് കൊണ്ടല്ല പോകുന്നത്, ആ 15 ആംപിയറിൽ മേലെ അവിടെ ഡ്രെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു കമ്പനി ഡിവൈസിനകത്ത് അങ്ങനെ ഒരു റേറ്റിംഗ് ഇട്ട ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ വേണം. എന്നിട്ടേ നമ്മളത് ഫ്യൂസ് കണക്ട് ചെയ്യാവും. അതല്ലാതെ നേരിട്ട് ഇതുപോലെ ഒരു വയർ കമ്പി കെട്ടിയിട്ട് ഇതിന്റെ ഉള്ളിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാകെ നന്നായിട്ട് നശിപ്പിക്കും. അപ്പൊ അതിനെന്താ വഴി? അത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴി ഞാൻ പറയാം. അതായത് ഈ പറഞ്ഞ ഈ കണക്ഷൻ, ഈ രണ്ട് കണക്ഷൻ, ഇതിന്റെ പവർ സപ്ലൈയുടെ പോസിറ്റീവില് സീരീസ് ആയിട്ടാണ് ഈ ഫ്യൂസ് ഉണ്ടാവുക. മിക്കവാറും വണ്ടികളിൽ ഈ ഫ്യൂസ് എന്ന് പറയുന്നത് 12 വോൾട്ട് ലൈനിലാണ് ഉണ്ടാവുക. അപ്പൊ 12 വോൾട്ടിന് നമുക്ക് ഈ ഫ്യൂസ് ബ്ലോ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് അറിയാൻ നമ്മൾ ഇതുപോലെ ഒരു സാധാരണ 12 വോൾട്ട് ബൾബ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ രണ്ട് കണക്ഷനകത്തേക്ക് ഈ ബൾബ് കണക്ട് ചെയ്തിട്ട് പവർ ഓൺ ചെയ്യാം. അപ്പോൾ ഈ ബൾബ് വളരെ ബ്രൈറ്റിൽ സാധാരണ ഒരു പവർ കൊടുത്താൽ കത്തുമ്പോൾ കത്തുന്നുണ്ടെങ്കിൽ ആ ഡിവൈസിനുള്ളിൽ ഷോർട്ട് ഉണ്ട്. അപ്പോൾ ആ ഷോർട്ട് കണ്ടുപിടിക്കാതെ നമ്മൾ ഈ ഫ്യൂസ് ഇതുപോലെ ഒരു വയറിട്ട് കെട്ടി കൊടുക്കുമ്പോൾ ഉണ്ടാവും അതിനുള്ളിൽ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. അപ്പോൾ ആ ഷോർട്ട് കണ്ടുപിടിക്കാതെ നമ്മൾ ഏതെങ്കിലും വഴിയിൽ കുടുങ്ങിയോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് പെട്ടതെങ്കിലും നമ്മളത് അങ്ങനെ കണക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വേറെ വഴിയില്ലാതെ ആകുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യും, അതിൻ്റെ ഉള്ളിലുള്ള ബാക്കിയൊക്കെ കത്തിപ്പോവും, രണ്ടാമത് കണക്ട് ചെയ്യും. കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ സർക്യൂട്ടും ഓപ്പൺ ആയല്ലോ. അപ്പൊ പിന്നെ ഈ ഫ്യൂസ് മൂന്നാമത് കെട്ടിയിടുന്നു. അപ്പോൾ ഫ്യൂസ് ബ്ലോ ആവുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ ലോഡ് കൂട്ടി കെട്ടിയതുകൊണ്ട് ഒക്കെ ക്ലിയർ ആയി. അങ്ങനെയല്ല വിചാരിക്കുന്നത്. സംഭവം എന്താ, അതിന്റെ ഉള്ളിൽ ഫുള്ള് ബേൺ ആയി പോയതാണ്. ഇനി കത്താനൊന്നും ബാക്കിയില്ല, ഫുള്ള് കഴിഞ്ഞു. അന്നേരം നമ്മൾ ആംപ്ലിഫയർ ഓൺ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഓണാവുണ്ടാവില്ല. കാർ ഓഡിയോ ചെക്ക് ചെയ്യുമ്പോൾ ഓണാവുണ്ടാവില്ല. അല്ലെ വേറെ ഏതെങ്കിലും സെക്ഷൻ ആണോ, AC ആണോ, വേറെ ഏതാണോ അത് ഓണാവുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഓരോ സാധനം ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാതെ അതിന്റെ മുകളിൽ പണിയെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കോമഡി എന്താന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഫ്യൂസ് വാങ്ങാൻ നമ്മൾ സ്പെയർ ഷോപ്പ് പോകുമ്പോൾ നമ്മൾ ഇത് തന്നെ വാങ്ങണം. അത് ഈ 15 ആംപിയർ റേറ്റിംഗ് ആണ് ചെയ്യുന്നത്. 15 ആംപിയർ ഉണ്ടോന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോ ഒരു ലോക്കൽ മെയ്ഡ് ഫ്യൂസ് ആണെങ്കിൽ ആ 15 ആംപിയർ വെറുതെ എഴുതിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ ക്വാളിഫൈഡ് സ്ഥലത്ത് നിന്ന് വാങ്ങുമ്പോഴേ നമ്മൾ കൃത്യമായ ആ റേറ്റിംഗ് കൃത്യം പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വാങ്ങാൻ ഒരാൾ നമ്മളെ കടയിൽ വന്നിട്ട്, അതായത് നമ്മളെ സ്പെയർ വാങ്ങുന്ന ഷോപ്പിൽ ചെന്നിട്ട് ചോദിച്ചാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പെട്ടെന്ന് അടിച്ചു പോവാത്ത ഫ്യൂസ് ഉണ്ടോ. അപ്പോൾ ആ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് അടിച്ചു പോവാത്ത ഫ്യൂസ് എന്ന് പറയുമ്പോൾ ആ കടക്കാരൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു 1 ഇയർ ഗ്യാരണ്ടി ഉള്ള ഫ്യൂസ് തരാം. അപ്പോൾ 1 ഇയർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിനുള്ളിൽ എത്ര പ്രാവശ്യം ഫ്യൂസ് അടിച്ചു പോയാലും ആ ഫ്യൂസ് കൊടുക്കാന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കളിയാക്കിയ രൂപത്തിൽ അയാളോട് ഉത്തരം പറയരുത്. ഈ ഫ്യൂസ് പോകുന്നത് ഫ്യൂസിന്റെ ക്വാളിറ്റി കുറവല്ല, അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഫ്യൂസ് കൂടെ ക്വാളിറ്റി ഉള്ളത് വാങ്ങാന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് ബ്ലോ ആകുന്ന ഫ്യൂസ് ആണ് ആ ക്വാളിറ്റി ഉള്ള ഫ്യൂസ്. കറക്റ്റ് ആയിട്ട് 15 ആംപിയർ എന്ന് പറയുമ്പോൾ ആ റേറ്റിംഗിലോട് അടുത്തെത്തുമ്പോൾ അതിൽ മേലെ കയറി ആ ലോഡ് വലിക്കുമ്പോൾ അത് കട്ടാകുന്ന ഫ്യൂസാണ് ശരിക്കും പറഞ്ഞാൽ ആ കറക്റ്റ് റേറ്റിംഗ് ഉള്ള ഫ്യൂസ്. അപ്പൊ അതിന്റെ വാട്ട്സും കണക്കൊക്കെ ഉണ്ട്. നമ്മുടെ ചാനലിൽ ഒരുപാട് ആളുകൾക്ക് കണക്ക് താല്പര്യമില്ലായിരുന്നുണ്ട്. ആ കണക്ക് ഞാൻ ഇപ്രാവശ്യം കാണിക്കുന്നില്ല. അപ്പൊ അത് അല്ലെങ്കിൽ വാട്ട്സ് കൂട്ടി ആ വോൾട്ടേജ് കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക്
കൃത്യമായിട്ട് വേണ്ട റേറ്റിംഗ് ഉള്ള ഫ്യൂസ് കിട്ടും. അപ്പോൾ അത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം ഫ്യൂസ് വാങ്ങാന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്. അല്ല നമ്മൾ ഏതെങ്കിലും ഇന്റേണലി, അതായത് നമുക്ക് ഈ ഫ്യൂസിലേക്ക് വന്നത് ഓവർലോഡ് ആയിട്ടാണോ ഈ ഫ്യൂസ് പോയത്, അതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ ലോഡ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ കൂളായിട്ട് മറ്റൊരു പുതിയ ഫ്യൂസ് വാങ്ങിയിടാം. അപ്പോൾ ഈ വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഇത് നമ്മുടെ വീഡിയോയിലൊരു കമന്റ്, അതായത് നമ്മുടെ ചാനലിൽ വന്നൊരു കമന്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അത് 10 ആംപിയർ ഫ്യൂസിന് പകരം ഏത് ഫ്യൂസ് ഉപയോഗിക്കാം എന്നൊരാൾ ചോദിച്ചതിന്റെ പേരിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ സംശയം തീർക്കാൻ കൂടിയാണ് ഈ വീഡിയോ. അതായത് 10 ആംപിയർ ഫ്യൂസ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ 10 ആംപിയർ ആ വോൾട്ടേജ് റേറ്റിംഗ് തന്നെ വാങ്ങിയിടുക. കറക്റ്റായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഫ്യൂസ് വാങ്ങിയിടുക. അതായത് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അടിച്ചു പോകാത്ത ഫ്യൂസ് അല്ല, ഓപ്പൺ ആവാത്ത ഫ്യൂസ് അല്ല, നല്ല കറക്റ്റായിട്ട് ബ്ലോ ആവുന്ന ഫ്യൂസാണ് ക്വാളിറ്റിയുള്ള ഫ്യൂസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.